പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. സ്പോർട്സ് ന്യൂസ്, ഞാൻ മിഥുൻ ദാമോദരൻ. കഴിഞ്ഞ ദിവസം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള മത്സരം അതിഭീകരമായ മത്സരം തന്നെയായിരുന്നു. ചില സമയങ്ങളിൽ ഇന്ത്യ പതറുന്നോ എന്നുള്ള തോറ്റം വരെ നമുക്കിടയിലുണ്ടായി. ഏറ്റവും നിർണായകമായ മത്സരത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്ത ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, രോഹിത് ശർമ്മ, ഹിറ്റ്മാൻ. നിർണായക സമയങ്ങളിൽ അയാളുടെ ബാറ്റ് കൃത്യമായി മറുപടി കൊടുക്കാൻ വേണ്ടി മാത്രം ചലിക്കുന്ന ഒന്നായിരുന്നു. സമീപകാല മത്സരങ്ങളിലൊന്നും പറയത്തക്ക പ്രകടനങ്ങൾ ഒന്നുമില്ലാതിരുന്ന കുൽദീപിനെ സ്ഥിരമായി പിന്തുണച്ച് ഫൈനലിൽ ഇറക്കുവാനും അയാൾ തീരുമാനിക്കുന്നു. ഫൈനലിൽ 39 ഓവറുകൾ സ്പിന്നർമാരെ കൊണ്ട് റീച്ച് തീർക്കുവാനും അയാൾ തീരുമാനിക്കുന്നു. എതിരാളികൾ കളിയിൽ പിടിമുറുക്കുന്നു എന്ന അവസ്ഥ വരുമ്പോഴെല്ലാം ബൗളിംഗ് ചേഞ്ചും ഫീൽഡിംഗ് പൊസിഷനും ചേഞ്ച് വരുത്തി കളിയിൽ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുവാനും അയാൾ തീരുമാനിക്കുന്നു. അയാളുടെ ഉള്ളിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: 2000 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ തോൽവി, 2021 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ പരാജയം, കൊടുത്തു തീർക്കാനുള്ള കടങ്ങൾ എഴുതിയ കണക്ക് പുസ്തകത്തിൽ കുറച്ചു കാലമായി പെൻഡിംഗ് കിടക്കുന്ന 2 കടങ്ങൾ ഇക്കുറി വീട്ടണമെന്ന ഒരൊറ്റ വാശി തന്നെയായിരിക്കാം. ഫൈനലിൽ എതിരാളികൾ ഒരുക്കിയ 252 റൺസ് എന്ന ലക്ഷ്യം പിന്തുടരവേ റൺസിന്റെ കൂമ്പാരങ്ങൾ കൈക്കുമ്പിളിൽ സൂക്ഷിക്കുന്ന ഗില്ലെന്ന രാജകുമാരനും കമ്പ്യൂട്ടറിനെ വെല്ലുന്ന കൃത്യതയോടെ റൺ ചേസുകൾ മാനേജ് ചെയ്യുന്ന കോഹ്ലി എന്ന രാജാവും യുദ്ധം തുടങ്ങിയപ്പോഴേ ആയുധം താഴെ വെച്ച് മടങ്ങിയപ്പോഴും കളി അങ്ങനെ ചുമ്മാ വിട്ടുകൊടുക്കാൻ അയാൾക്ക് യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. കാരണം അത്രയ്ക്കായിരുന്നു ജയിക്കുവാനുള്ള അയാളുടെ വാശി. ഒടുവിൽ 76 റൺസിന്റെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സും കളിച്ചു മടങ്ങുന്ന അയാളെ കാണുമ്പോൾ കൈതപ്രം ജോൺസൺ ടീമിന്റെ ചമയം പടത്തിലെ രാജഹംസമേ എന്ന പാട്ടിലെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിമിഷമേഘമായി ഞാൻ പെയ്തു തോർന്നിടാം, 100,000 ഇതളായി നീ വിടരുവാൻ, ജന്മം യുഗമായി നിറയാൻ എന്ന വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതെ, ചാമ്പ്യൻസ് ട്രോഫി എന്ന കിരീടം നേടിയാൽ 100,000 ഇതിലുള്ള പൂവായി ഇന്ത്യ എന്ന രാജ്യം വിടരുമെന്ന് കണക്കാക്കി അയാളുടെ മുകളിൽ ക്യാപ്റ്റന്റെയും ബാറ്ററിന്റെയും രൂപത്തിൽ നിമിഷമേഘമായി അയാൾ പെയ്തു തോരുകയാണ്. സച്ചിൻ വിരമിച്ചതിന് ശേഷം ഒരാൾ ഔട്ടായാൽ ഇനി ബാക്കി കണ്ടില്ലേലും കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുള്ളത് രോഹിത് ശർമ്മ ഔട്ടാവുമ്പോൾ മാത്രമാണ്. എല്ലാ കളികളും മൂപ്പര് അങ്ങോട്ട് ഫോമാകില്ലെങ്കിലും അഥവാ ഫോമായാൽ പിന്നെ മൂപ്പരെ പിടിച്ചാൽ കിട്ടില്ല. പിന്നീട് അങ്ങോട്ടുള്ള കളി നമ്മൾ കണ്ടില്ലെങ്കിൽ അത് നമുക്ക് തീരാ നഷ്ടവുമായിരിക്കും. വിരാട് കോഹ്ലി സച്ചിന് ശേഷം ലോകം കണ്ട ക്ലാസ് കളിക്കാരനായിരിക്കാം. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഫോമിലുള്ള രോഹിത്തിനെയാണ്, നമ്മുടെ ഹിറ്റ്മാനെയാണ്. രോഹിത്തിന്റെ സിക്സറുകൾ, ഫുൾ ഷോട്ടുകൾ അത്രയേറെ സിമ്പിളായും എന്നാൽ കരുത്തുറ്റതായും ബ്യൂട്ടിഫുള്ളായും അനുഭവപ്പെടും. ഏകദിന ക്രിക്കറ്റിൽ 200 അടിക്കുക എന്ന നാഴികക്കല്ല് സച്ചിൻ താണ്ടിയപ്പോൾ അതുക്കും മേലെ 264 എന്ന കൂറ്റൻ സ്കോർ സൃഷ്ടിച്ചവനാണ് രോഹിത് ശർമ്മ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ബ്രയാൻ ലാറയുടെ 400 റൺ എന്ന റെക്കോർഡ് ഇനി മറികടക്കുക അസാധ്യം എന്ന് തോന്നും പോലെ രോഹിത്തിന്റെ ഏകദിനത്തിലെ 264 റൺസ് മറികടക്കലും ഒരു അസാധ്യ സംഭവം തന്നെ ആയിരിക്കാം. മടിയൻ മല ചുമക്കുമെന്ന് പറയുമ്പോൾ മടിയനെ മല ചുമക്കൽ ഇത്രയേറെ ഈസിയാണോ എന്ന് തോന്നിപ്പോകും രോഹിത്തിന്റെ പല പ്രകടനങ്ങളും, പ്രത്യേകിച്ച് ഇന്നലത്തെ കളി കാണുമ്പോൾ. ഇൻ മൈ ഒപ്പീനിയൻ രോഹിത് മേ ബി ലേസി ബട്ട് ഹി ഈസ് വെരി വെരി പവർഫുൾ. വിമർശകരെ, രോഹിത് എന്ന ക്യാപ്റ്റൻ കട്ടശോകമാണ്, അയാൾ മത്സരങ്ങൾ ജയിക്കുന്നത് ബുംറ എന്ന ചാമ്പ്യൻ ബോളറുടെ ചിറകിലേറിയാണ് എന്നൊന്നും പറഞ്ഞ് ഇനി ഈ വഴി വന്നേക്കല്ലേ, കണ്ടം വഴി ഓട്ടിപ്പിക്കും. നന്നായി കളിച്ച ഇന്ത്യൻ ടീമിന് എല്ലാവിധ ആശംസകളും. നല്ല ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീമിനെ വിജയത്തിലെത്തിച്ച രോഹിത് ശർമ്മയ്ക്കും ആശംസകൾ. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.